ശ്രീ നൌഷാദ്, താങ്കൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘാടകനായിരുന്നു ഇരവിപുരം മണ്ഡലത്തിലും അതുപോലെ തന്നെ കൊല്ലം പട്ടണത്തിലെ പ്രഭാതയോഗം അടക്കമുള്ള കാര്യങ്ങളുടെ സംഘാടകനായി, മുഖ്യ സംഘാടകനായി അവിടെ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടതാണ്. ഇവിടെ പ്രതിപക്ഷം, ഇപ്പോൾ ജിൻഷാദ് UDF എന്ന പ്രതിപക്ഷ മുന്നണിയുടെ, അതിലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ വരുന്നയാളാണ്. അദ്ദേഹം ഈ യാത്രയുമായി ബന്ധപ്പെട്ട, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഈ യാത്രയിൽ യഥാർത്ഥത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു ഉള്ളടക്കമുണ്ട്. ആ ഉള്ളടക്കമാണ് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിനോടക്കം വിയോജിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ബദൽ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഒരു ബഹിഷ്കരണം വന്നു, പിന്നീട് കരിങ്കൊടി വന്നു. കരിങ്കൊടി ആക്രമണ സ്വഭാവമുള്ള സമരങ്ങളിലേക്ക് മാറുന്നത് കണ്ടു. അത് വലിയ കോലാഹലങ്ങൾ, വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതിനൊക്കെ ഇടവരുത്തി. ഇവിടെ ജിൻഷാദ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ യാത്രയെ മനസ്സിലാക്കി സമീപിച്ച് ആ യാത്രയോട് വിയോജിക്കുന്നത് താങ്കൾ കേട്ടല്ലോ, അതെങ്ങനെയുണ്ട്? അല്ല ശരത്തെ, എനിക്ക് ഇതിനൊക്കെ എന്ത് മറുപടിയാണ്? ഒന്ന്, ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ എന്നുള്ളൊരു പഴയ പ്രയോഗം ഉണ്ടല്ലോ, തികച്ചും അർത്ഥവത്താണ് എന്നിപ്പോ എനിക്ക് മനസ്സിലായി. ജിംഷാദ് ഈ നവകേരള സദസ്സിനെ, ജനസദസ്സിനെ കണ്ടത് അങ്ങനാണ്. കാരണം അതിന്റെ ഭാഗമായില്ലല്ലോ. ഭാഗമാകാനുള്ള അവസരം അവർ തന്നെ ഇല്ലാതാക്കി. അതിന്റെ ഭാഗമായിരുന്നു എന്താണ് നവകേരള സദസ്സെന്നും മനസ്സിലാക്കാൻ കഴിയുമെന്ന്. പുറത്തു നിന്നിട്ട് കുരുടൻ ആനയെ കണ്ടതുപോലുള്ള വർത്തമാനങ്ങൾ വന്നിരുന്നു പറയുക. എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ വളരെ കൃത്യമായി ഒന്ന് പറഞ്ഞിട്ട്, പരാതികൾ, ലക്ഷക്കണക്കിന് പരാതികൾ ലഭിച്ചു. എന്താ അത് കാണിക്കുന്നത്? ഈ ഗവൺമെന്റിലും ഈ മുഖ്യമന്ത്രിയിലും ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയാണ് വെളുപ്പാങ്കാലത്തെ തന്നെ അവിടെ എത്തി നവകേരള സദസ്സ് നടക്കുന്നിടത്ത് ആ പരാതി നൽകാൻ അവർ തയ്യാറായത്. അതിലുള്ള ആ പരാതി കൊടുത്താൽ അതിൽ തീർപ്പുണ്ടാകും, അല്ലെങ്കിൽ പരിഹാരമുണ്ടാകും, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് ജിംഷാദെ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തിയതും പരാതി നൽകിയത്. പിന്നെ ലഭിക്കുന്ന പരാതികൾ, നിങ്ങളുടെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ എഴുതിത്തള്ളിയ മുഖ്യമന്ത്രിയെ, അങ്ങനെ ഒരു നിയമമേ ഇല്ല, അതിനുള്ളൊരു അധികാരവും മുഖ്യമന്ത്രിക്കില്ല. അദ്ദേഹം എഴുതിത്തള്ളി കൊടുത്തു. ബാങ്കിൽ കൊണ്ടു ചെന്നപ്പം അവര് വേറെ പണി നോക്കാൻ പറഞ്ഞു. മറന്നു പോകരുത്. പിന്നെ എന്താണ് നടന്നത്? ചികിത്സാ ധനസഹായം നൽകി കുറെ പേർക്ക്. അതല്ലാതെ ഈ ജനസമ്പർക്ക പരിപാടിയിൽ എന്താ നടന്നത്? ഇപ്പോ ചികിത്സാ ധനസഹായത്തിന് ഇതുപോലെ കയറി ഇറങ്ങി നടക്കേണ്ട, തൊട്ടപ്പുറത്തുള്ള ഈ അക്ഷയ സെന്ററിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്ന സിസ്റ്റമായി. ഇപ്പൊ ഒരു ഉദാഹരണം, ജിംഷാദിന്റെ അറിവിലേക്ക്, എന്റെ മണ്ഡലത്തിൽ ഇതുവരെ 9,27,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ മുഴുവൻ. അതുപോലെ പട്ടികജാതി വകുപ്പിൽ നിന്നും, മന്ത്രിയിൽ നിന്നും 2,27,00,000 രൂപയും എന്റെ ഈ ഇരുവരും മണ്ഡലത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ചെറിയ കാര്യമാണോ? ജനങ്ങളുടെ കയ്യിൽ സമ്പത്തായിട്ട് എത്തിയതാണ്. അതുപോലെ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ, ഏത് സംവിധാനമായാലും അവിടേക്ക് ജനങ്ങൾ വന്നു എന്നുള്ളത് എന്തായാലും ജിംഷാദ് നിഷേധിച്ചില്ല. നിങ്ങൾ നിഷേധിച്ചില്ല. ഇതിനോടുള്ളൊരു സമീപനം നിങ്ങൾക്ക് വളരെ നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം നിങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ തന്നെ നിങ്ങൾ മണ്ടത്തരമാണ് കാണിച്ചത്. ഇപ്പൊ 10,000-കണക്കിന് ജനങ്ങൾ എത്തുന്ന സ്ഥലത്ത് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉൾപ്പെടെ, നിങ്ങൾക്ക് 41 MLA-മാരുണ്ടല്ലോ, 41 മണ്ഡലങ്ങളിൽ അവർ അധ്യക്ഷന്മാരാകുമായിരുന്നു. അവർക്ക് ജനങ്ങളോട് അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാമായിരുന്നു. അതുപോലെ സർക്കാർ എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുവെങ്കിൽ അതും ജനങ്ങളോട് പറയുവാനുള്ള അവസരമാണ് നിങ്ങൾ ഇല്ലാതാക്കി. 2, അതിനെന്തിനാ ആദ്യ ദിനങ്ങളിൽ ഇവരിതിനെ ബഹിഷ്കരിച്ച് ഇത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജനപങ്കാളിത്തം കണ്ടപ്പോൾ ഹാലിളകി. ഉടനെ 4-5 പേര്, നിങ്ങൾ ഈ ഒരു കരിങ്കൊടി പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടതായിട്ടാണോ നടത്തേണ്ടത്? നേരത്തെ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപിച്ചിട്ട് സ്ഥലം നിശ്ചയിച്ച് പ്രതിഷേധം, അങ്ങനല്ലേ? ഇതുപോലുള്ള ഒരു പ്രോഗ്രാം
നീണ്ടു നിൽക്കുന്ന 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ അങ്ങനാണ് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചിട്ടാണ്. ഞങ്ങളുടെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ. പക്ഷെ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥലത്താണ് ഞങ്ങൾ ആ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് മുഖ്യമന്ത്രി പോകുമ്പോ വഴിയെ നിന്ന് കരിങ്കൊടി കാണിക്കുക, ആ 4-5 പേര് നിന്ന് കാണിക്കുക, എന്നിട്ട് അത് വലിയ വാർത്തയാക്കുക. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വണ്ടിക്ക് മുമ്പിലേക്ക് ചാടുക. അവരെ പിടിച്ചു മാറ്റുകയോ, സ്വാഭാവികമായിട്ടും പിടിച്ചു മാറ്റുന്ന സമയത്ത് നമ്മളൊരു ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇവർ വരുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടുമ്പോ കണ്ടോണ്ട് നിൽക്കുന്നവർ പിടിച്ചു മാറ്റുമല്ലോ, സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമാണ്. അങ്ങനെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുക, അതിനുശേഷം ഓരോ തരത്തിൽ ആ നവകേരള സദസ്സിനെ ഇകഴ്ത്താനുള്ള പരിശ്രമം നടത്തുന്നതനുസരിച്ച് അത് കൂടുതൽ ശക്തിപ്പെട്ട് കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുന്ന, ജനങ്ങൾ ഓരോരുത്തരും ആ തരത്തിൽ എന്നാണ് നവകേരള സദസ്സ്. ഇപ്പൊ എന്റെ മണ്ഡലത്തിൽ 20-ാം തീയതി ആയിരുന്നു. അപ്പൊ ഓരോരുത്തരും 20-ാം തീയതി അല്ലേ മറ്റേ മുഖ്യമന്ത്രി വരുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് സാധാരണക്കാരൻ വന്നിട്ട് എനിക്കൊരു പരാതി ഉണ്ട്, എന്നാണ് നൽകേണ്ടത്, അത് 20-ാം തീയതി അല്ലേ എന്ന തരത്തിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സദസ്സാണിത്. ഇത് ആ സദസ്സ് സംഘടിപ്പിച്ചപ്പോ നിങ്ങൾ ഇവിടെ ഈ വർത്തമാനം എല്ലാം പറഞ്ഞല്ലോ. ഇതെല്ലാം പറഞ്ഞപ്പോഴും ഇത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് നമുക്ക് അർഹതപ്പെട്ടതുപോലും തരാതെ ബുദ്ധിമുട്ടിക്കുന്ന ആ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും പ്രതാപൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനെങ്കിലും തയ്യാറായി, സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ അതിനെ പരസ്യമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഗവർണർ നടത്തുന്ന കോപ്രായങ്ങൾ എന്ന് തന്നെ പറയേണ്ടതായി വരും. ഒരു ഗവർണർ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അവിടെ ഡോറ് തുറന്ന് ഇറങ്ങുക, കവലച്ചട്ടമ്പിമാരെ പോലെ പ്രതികരിക്കുക. ഇതിനോടൊന്നും നിങ്ങൾ ഗവർണർക്കെതിരെ പ്രതികരണമില്ല, കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതികരണമില്ല. ഈ നവകേരള സദസ്സിലെ പങ്കാളിത്തം കണ്ട് ഹാലിളകിയിട്ട് കാര്യമൊന്നുമില്ല. അതിന് ബദലായി വിചാരണ സദസ്സ് സംഘടിപ്പിച്ചല്ലോ. എന്തായി നിങ്ങളുടെ വിചാരണ സദസ്സ് എന്നൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ശരി, നമുക്കത് അടുത്ത റൗണ്ടിലാവാം. അദ്ദേഹം കൂടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു.